നമസ്കാരം. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2026 ജൂൺ 2 സംഭവിക്കുന്ന അതിപ്രധാനമായ വേഴമാറ്റത്തെക്കുറിച്ചാണ്. ഇടവക്കൂറുകാർക്ക്, അതായത് കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ വേഴമാറ്റം സവിശേഷമായിട്ടുള്ള ഒരു വർഷമാണ് സമ്മാനിക്കുന്നത്. നിങ്ങളുടെ രാശിയുടെ 8ഉം 11ഉം ഭാവങ്ങളുടെ അധിപനായ വേഴം 2ാം ഭാവത്തിൽ നിന്ന് 3ാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. സാധാരണഗതിയിൽ 3ലെ വേഴം അത്ര അനുകൂലമല്ല എന്ന് പറയാറുണ്ടെങ്കിലും ഇത്തവണ വേഴം പ്രവേശിക്കുന്നത് വേഴത്തിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ മറ്റു രാശിക്കാരെ അപേക്ഷിച്ച് ഇടവക്കൂറുകാർക്ക് ഈ മാറ്റം വലിയൊരു ഭാഗ്യമായി തന്നെയാണ് മാറാൻ പോകുന്നത്. വിവാഹം, ജോലി, സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവയിൽ ഈ ഉച്ചവേഴം നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്, ഏതൊക്കെ മാസങ്ങളിലാണ് നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടത് എന്നുള്ള സമ്പൂർണമായ ഒരു വിശകലനത്തിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ഈ ഉച്ചവേഴത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കർക്കിടകത്തിലാണ് പ്രാവശ്യം വേഴം നിൽക്കുന്നത്. അത് ഹംസയോഗം പോലെ ശക്തമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴും ആ ഭാവത്തിലേക്ക് നിൽക്കുന്നത് ഉച്ചസ്ഥായി ആയതുകൊണ്ട് ഉച്ചവേഴത്തിന് 3ാം ഭാവത്തിലെ മറ്റു ദോഷങ്ങൾ മാറ്റാനുള്ള കഴിവുണ്ട്. അല്ലെങ്കിൽ ആ ദോഷങ്ങൾ കുറച്ച് ഗുണഫലങ്ങൾ കൂടിയിരിക്കുന്ന ഒരവസരമാണ്. നിങ്ങളുടെ 8ാം ഭാവം എന്ന് പറയുന്നത് തടസ്സങ്ങളാണ്. പക്ഷെ 11ാം ഭാവം എന്ന് പറഞ്ഞാൽ ലാഭമാണ്. എന്നിവയുടെ അധിപൻ ഉച്ചനാകുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭത്തിന് വഴി തുറക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഭാഗ്യം തുണയ്ക്കുന്ന ഒരു വർഷമാണ് ഈ 2026 ജൂൺ 2 വേഴം മാറുന്നതോടുകൂടി ഇടവക്കൂറുകാർക്ക് സംഭവിക്കുന്നത്. അപ്പം നമുക്ക് കൂടുതൽ വിശദമായിട്ട് നോക്കാം. വിദ്യാഭ്യാസ മേഖലകളിലും കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തിൻ്റെ അര നക്ഷത്രക്കാരാണ് ഇടവക്കൂറിൽപ്പെട്ടവർ. അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ പഠനകാര്യങ്ങളിലൊരു ഉണർവുണ്ടാകുന്ന ഒരു വർഷമാണ് ഈ വേഴമാറ്റം കൊണ്ടുണ്ടാകുന്നത്. കർക്കിടകത്തിലെ വേഴം ഉച്ചസ്ഥായിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഉള്ള തടസ്സങ്ങൾ നീക്കും എന്നുള്ളത്. ഗവേഷകർക്കും കലാവിദ്യാർത്ഥികൾക്കുമൊക്കെ മികച്ച ഒരു സമയമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് 2026 ജൂൺ 2 വേഴമാറ്റം കൊണ്ടുണ്ടാകുന്നത്. അതുപോലെ വിവാഹം, കുടുംബകാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിവാഹ തടസ്സങ്ങൾ, ഇതുവരെയും വിവാഹങ്ങൾ നടക്കാതിരിക്കുകയാണെങ്കിൽ ആ വിവാഹ തടസ്സങ്ങളൊക്കെ നീങ്ങി നല്ല വിവാഹ ബന്ധങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. വൈകി ഇപ്പം വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ കുടുംബത്തിൽ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ വേഴമാറ്റം കൊണ്ട് ഇടവക്കൂറുകാർക്ക് സംഭവിക്കുന്നത്. അതുപോലെ തൊഴിൽ, ബിസിനസ് രംഗങ്ങളിൽ ഇടവക്കൂറിലെ നക്ഷത്ര ജാതകർക്ക്, മാധ്യമ രംഗത്തുള്ളവർക്ക് വലിയ അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവസരങ്ങളും അംഗീകാരങ്ങളും നിങ്ങളുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ആദരവൊക്കെ ലഭിക്കുന്ന ഒരു വർഷമാണ്. മീഡിയ, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തിൻ്റെ അര നക്ഷത്രക്കാർക്ക് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ ബിസിനസ് രംഗം, സ്വന്തമായ പ്രയത്നത്താൽ ബിസിനസ് വിപുലീകരിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷമാണ്. പുതിയ കരാറുകളിൽ ഒപ്പിടാനായിട്ടൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് 2026 ജൂൺ 2 കഴിഞ്ഞ് വേഴത്തിൻ്റെ മാറ്റം വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുവാനും പുതിയ കരാറുകൾ ഒപ്പിടാനൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ്. നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. കർക്കിടകത്തിലെ വേഴം ഉച്ചസ്ഥനായതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും വസ്തുവകകൾ സമ്പാദിക്കുന്നതിനൊക്കെ ഭാഗ്യം തുണയ്ക്കുന്ന ഒരു വർഷം കൂടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കാരണം 3ാം ഭാവത്തിലേക്കുള്ള വേഴത്തിൻ്റെ വരവ് അത്ര ശുഭകരമല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് ഇത് വളരെ മികച്ചതാണ് എന്ന് പറയുന്നത് ഉച്ചരാശിയിലാണ് വന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഉച്ചസ്ഥനായി നിൽക്കുന്ന വേഴം നമ്മുടെ ദോഷഫലങ്ങളെ കുറച്ച് ഗുണഫലങ്ങളെ കൂട്ടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടവക്കൂറുകാർക്ക് ഈ വേഴത്തിൻ്റെ ഈ മാറ്റം ഏറെ ഗുണഫലങ്ങളാണ്, ദോഷഫലങ്ങളെക്കാൾ ഏറെ ഗുണഫലങ്ങളാണ് കിട്ടാനുള്ള സാധ്യതകളാണ് കൂടുതലും. ധൈര്യവും വീര്യവും ഒക്കെ കൂടുന്ന ഒരു സമയമാണ് ഈ 3ാം ഭാവത്തിലേക്കുള്ള വേഴത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഉച്ചവേഴം ഇവിടേക്ക് വരുമ്പോൾ പ്രതിസന്ധികളെ നേരിടാനൊക്കെയുള്ള ഒരു അസാമാന്യമായിട്ടുള്ള ഒരു ധൈര്യവും ആത്മവിശ്വാസവും ലഭിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ വേഴത്തിന്റെ ഈ മാറ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളിൽ നിന്ന് വലിയ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സഹോദര ഗുണം ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയിട്ടാണ് 2026 ജൂൺ 2 എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, കലാപരമായിട്ടുള്ള കഴിവുകളുള്ള എഴുത്ത്, പ്രസംഗം, മാധ്യമരംഗത്ത് എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഏറ്റവും മികച്ച ഒരു പുരോഗതിയും അവസരങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്ന ഒരു വർഷം കൂടിയിട്ടാണ്. മുമ്പേ തന്നെ പറഞ്ഞിരുന്നു, വിവാഹം, ഭാഗ്യം, ലാഭം എന്നിവയൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കുന്ന ഒരു വർഷമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് 2026 ജൂൺ 2 എന്ന് പറയുന്നത്. നേട്ടങ്ങൾ കിട്ടുന്ന ഒരു മാസം എന്ന് പറയുന്നത് 2026 ജൂൺ, ജൂലൈ, ഒക്ടോബർ, 2027 മാർച്ച് മാസങ്ങളൊക്കെ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക നേട്ടങ്ങളും തൊഴിൽ സ്ഥാനക്കയറ്റവും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മാസങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഏറെ പോസിറ്റീവായിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവായിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു മാസമായിട്ട് കണക്കാക്കാം. ഇടവക്കൂറുകാർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട മാസങ്ങളെന്ന് പറയുന്നത് 2026 സെപ്റ്റംബർ, ഡിസംബർ, 2027 ഫെബ്രുവരി മാസങ്ങളൊക്കെ കുറച്ചുകൂടി ശ്രദ്ധ, ഒരു ജാഗ്രത നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. കാരണം അമിതമായിട്ടുള്ള ആത്മവിശ്വാസം, ഞാൻ പറഞ്ഞു നേരെ, വീര്യവും ആത്മവിശ്വാസവും എന്തും നേരിടാനുള്ള ഒരു ശക്തിയൊക്കെ തോന്നുന്ന ഒരു വർഷമാണ് നിങ്ങളെ സംബന്ധിച്ച്. 3ലേക്കുള്ള വേഴത്തിൻ്റെ മാറ്റം ഇടവക്കൂറുകാരെ സംബന്ധിച്ചുണ്ടാക്കുന്നത്. അപ്പോൾ തന്നെ ഒരു അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. ആ സമയം കുറച്ച് പണനഷ്ടം വരാതെ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ധനനഷ്ടത്തിനുള്ള സാധ്യത ഈ 2026 സെപ്റ്റംബർ, ഡിസംബർ, 2027 ഫെബ്രുവരി മാസങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അത് വളരെയധികം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ആരോഗ്യകാര്യത്തിൽ ചെറിയ അസ്വസ്ഥതകൾക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതും നിങ്ങൾ ഈ സമയം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള അലച്ചിലുകൾ, ശാരീരികമായിട്ടുള്ള ക്ഷീണങ്ങൾ ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള യാത്രകളും അലച്ചിലുകളും ഒക്കെ ഒന്ന് കുറയ്ക്കണം. എല്ലാത്തിനും ഒരു കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഇടവക്കൂറുകാർക്ക് കുറച്ചും കൂടി പ്ലാനിങ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷേ കുറച്ചും കൂടി ഒരു നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ഈ വർഷം ശ്രമിക്കണം. കാരണം ഈ വർഷം നിങ്ങൾക്ക് കുറച്ചധികം ആനുകൂല്യം, 3ലേക്കുള്ള വേഴത്തിൻ്റെ മാറ്റം അത്ര ശുഭകരമല്ല എന്ന് പറയുമ്പോഴും ഉച്ചസ്ഥായിയായി നിൽക്കുന്ന വേഴം നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ നേട്ടങ്ങൾ കിട്ടുമ്പോൾ ചെറിയ ദോഷങ്ങളുള്ളതിനെ സ്വമേധയാ അറിഞ്ഞുകൊണ്ട് തന്നെ അവയൊക്കെ ഒഴിവാക്കുകയും അതിനുള്ള അവസരങ്ങൾ കുറയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ ശാരീരിക ക്ഷീണം ഈ സമയം കൂടുതലായിരിക്കും. നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയൊക്കെ ചെയ്ത് വേണം ഇതിനെ ഓവർകം ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഒരു ദോഷമായിട്ട് തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ഈ വർഷം പുലർത്തേണ്ടതായിട്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആഗ്രഹിക്കാത്ത സ്ഥലത്തേക്കൊക്കെ ഒരു ജോലിയിലൊക്കെ മാറ്റങ്ങൾ വരാം. നമ്മൾ ജോലിയിൽ നന്മകൾ ഉണ്ടാകും ഒക്കെ ചെയ്യുമ്പോഴും സ്ഥാനചലനം സംഭവിക്കാനുള്ള സാധ്യതകളും നമ്മൾ ഇതിനകത്ത് കാണേണ്ടതുണ്ട്. ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ വേണ്ടി പണം ചിലവഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയും കാണുക. അനാവശ്യമായിട്ട് പണം ചിലവഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ കണക്കാക്കി വേണം മുന്നോട്ട് പോകാനായിട്ട്. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടി പണം ചിലവഴിക്കണം. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ളത് വച്ച് നോക്കിയും കണ്ടും വേണം ചിലവഴിക്കാനായിട്ട്. അനാവശ്യമായിട്ട് എനിക്ക് പണമുണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ ചിലവഴിക്കുന്നു എന്നുള്ള ഒരു ആഡംബരം കാണിക്കാൻ ആകരുത്. അവരുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ആശുപത്രി കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ചിലവഴിക്കേണ്ടതുണ്ട്, അത് ആവശ്യവുമാണ്. പക്ഷേ അനാവശ്യമായിട്ടുള്ള പണം ചിലവഴിക്കലൊക്കെ ഒന്ന് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കൂടി ഈ വർഷം നിങ്ങൾ ശ്രദ്ധിക്കണം. കാർത്തികയുടെ മുക്കാൽക്കാരാണ് ഈ ഇടവക്കൂറിൽപ്പെട്ട ആൾക്കാർ. അപ്പോൾ അവർക്ക് ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യം ഈ വർഷമുണ്ട്. ജോലിയിൽ ജോലിയിൽ മാറ്റങ്ങൾ വരും. പക്ഷെ അത് നിങ്ങളെ സംബന്ധിച്ച്, കാർത്തിക മുക്കാലുകാരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു മാറ്റമായിരിക്കും. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചാണെങ്കിൽ വീട് പണി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷമാണ്. അതോടൊപ്പം കുടുംബത്തിൽ സന്തോഷവും നിലനിൽക്കുന്ന ഒരു വർഷം കൂടിയാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2026 ജൂൺ 2 ഈ വേഴമാറ്റം എന്ന് പറയുന്നത്. അതുപോലെ മകയിരത്തിൻ്റെ അര, വരുമാനത്തിൽ വർധനവുണ്ടാകുന്ന ഒരു വർഷമാണ്. മകയിരത്തിൻ്റെ അര
നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുതിയ സുഹൃത്തുക്കളെയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷം കൂടിയായിട്ടാണ്. ഒരു പറയാവുന്ന പ്രത്യേക ചില ഫലങ്ങൾ കൂടി ഞാൻ ഓരോ നക്ഷത്രക്കാരെ കുറിച്ചിട്ട് ഇതിൽ പറഞ്ഞത്, പ്രതിപാദിച്ചത്. ഓരോ പ്രായത്തിലും ഓരോ ദശാസന്ധികളാവും ഓരോ നക്ഷത്രക്കാരും കടന്നു പോകുന്നത്. അതിനനുസരിച്ച് ഇതിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ശുഭദശാകാലങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ വേഴത്തിന്റെ ഈ ദശാഫലവും നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ശുഭകരമല്ലാത്ത ദശാസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്രമാത്രം ഗുണഫലങ്ങൾ കിട്ടില്ല. നിങ്ങളുടെ ജാതക വിശകലനം നടത്തിയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അത് നിങ്ങൾ നോക്കിക്കൊള്ളുക. കർക്കിടകത്തിലെ ഉച്ചവേഴത്തിന്റെ അനുഗ്രഹം പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന പരിഹാര മാർഗങ്ങളാണ് പറയുന്നത്. വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുന്നത് സർവ്വ ഐശ്വര്യത്തിന് ഉത്തമമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞ പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുകയും വ്യാഴാഴ്ച വ്രതമെടുക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനവുമൊക്കെ നിങ്ങൾക്ക് ഈ കർക്കിടകത്തിലെ വേഴത്തിന്റെ അനുഗ്രഹം പൂർണ്ണമായി നിങ്ങൾക്ക് ലഭിക്കുന്നതിനും എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അവ മാറി അത് ഗുണമാകുന്നതിനും നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ അതിപ്രധാനമായ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയോ അല്ലെങ്കിൽ കയ്യിൽ കരുതുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറെ ഗുണകരമാകും. വേഴത്തിന്റെ ഈ മാറ്റം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒരു വർഷമായിട്ട് തന്നെ ഈ വേഴമാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 2026 ജൂൺ 2 വേഴമാറ്റം ഇടവക്കൂറുകാർക്ക്, കാരണം കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തിന്റെ അര നക്ഷത്രക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.